ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഒറ്റപ്പാലം വീട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആട്ടോ. അപ്പോൾ അതാ രാവിലെ ഞാൻ താഴേക്ക് വന്നിട്ട് ഒരു 6:30 ആകുമ്പോൾ വന്ന് ഉപ്പയും ഇവിടെ ഇല്ല കേട്ടോ. അവർ ഉമ്മാടുമ്മ ഹോസ്പിറ്റലിൽ, അപ്പോൾ അവർ അങ്ങോട്ട് പോയിക്കാണ്. അപ്പോൾ അതാ ഞാൻ താഴെ വന്നിട്ട് പിന്നെ മേളിക്ക് പോയതാട്ടോ അവർ പോയ ശേഷം. അപ്പോൾ അതാ ഷെയ്ഖമോള് നല്ല ഉറക്കാട്ടോ. അപ്പോൾ അതാ ഷീഖാനെ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തും കേട്ടോ. ഞാൻ താഴേക്ക് വരുമ്പോൾ ഇവിടെ കൊണ്ട് കിടത്തും. അപ്പോൾ അതാ അവിടെ ഒന്നും ഉമ്മല്ല കേട്ടോ. ഉമ്മയുടെ ഹോസ്പിറ്റലിൽ കിടക്കാണ്ട് ഉമ്മ അങ്ങോട്ട് പോയിക്കാണ്. അപ്പോൾ അതാ നമ്മുടെ ന്യൂസ് പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് അതിൻ്റെ സ്ഥലത്ത് കൊണ്ട് വെക്കണം. ഇന്നലെ രാത്രി AC ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷീഖമോൾക്ക് നല്ല മൂക്കടപ്പുണ്ട്. ആള് ഇന്നലെ രാത്രി നേരമണം ഉറങ്ങിയിട്ടില്ല കേട്ടോ, മൂക്കടഞ്ഞിട്ട്. അപ്പോൾ അതാ ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ നേരെ കിച്ചണിക്ക് പോയിട്ട് ഞാനിപ്പോൾ ചായ അങ്ങനെ കൊടുക്കില്ല കേട്ടോ. പിന്നെ ചോറ് വെക്കാൻ വെച്ചിട്ട് അപ്പോൾ കുറച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. അതിന് റംഷിക്ക് ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ കുറച്ച് ഡയറ്റ് പ്ലാൻ അങ്ങനെ ആയിട്ടാട്ടോ കഴിക്കല്. അപ്പോൾ അതമ്മ കുറച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി വെക്കാം കേട്ടോ. പിന്നെ നത്തൽ കറി വെച്ചിട്ടുണ്ട്, മുട്ടക്കോസ് ഉപ്പേരിയും, നമ്മൾ അത്തിപ്പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെടുത്തൊന്ന് ഇത്തിരി വെള്ളത്തിലിട്ടേക്കണം. പിന്നെ മുട്ട കേട്ടോ. ഇതിൽ എനിക്ക് ഹാനിയാക്കും, ചിലപ്പോൾ ഷീഖാക്കും കൊടുക്കും. പിന്നെ റംഷി അവരൊക്കെ കഴിച്ചിട്ടാ. എല്ലാവർക്കും രാവിലെ ഇങ്ങനെ മുട്ട വേവിച്ചിരിക്കും. കാരണം ഉപ്പാക്ക് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇത് വേവിക്കാം കേട്ടോ. ഉപ്പാക്കത് സാമ്പാറാണ്. അപ്പോൾ അതിൽ നിന്ന് കഷ്ണങ്ങൾ ഇങ്ങനെ വേവിച്ചിട്ട് മുളക് ഇടാണ്ട് ഇങ്ങനെ ആക്കട്ടെ. ഷീഖാക്ക് ഇതിൽ ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ പീസുകൾ മാത്രം എടുത്തിട്ട് നമ്മൾ കൊടുക്കുക ചെയ്യാറ്. പിന്നെ കടലക്കറിയാണ് കേട്ടോ വെച്ചിട്ട് പോയിരിക്കണം. അപ്പോൾ ഇതിനപ്പം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഉപ്പേരി കടച്ച് വെച്ചിട്ടോ. ചോറ് തിളച്ച് അരി തിളച്ച് നല്ല സെറ്റായപ്പോൾ ഞങ്ങൾ ഇതിലിറക്കി വെക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതിലാക്കി വെച്ച് ഇപ്പോഴേക്കും ഹാനി എണ്ണീറ്റ്. അപ്പോൾ ഹാനി എണ്ണീറ്റിട്ടോ. അപ്പോൾ ഹാനിയാക്ക് രാവിലെ പാൽ ചായ കിട്ടണം ഉറങ്ങി എണീറ്റ് വരുമ്പോൾ. അപ്പോൾ അതിപ്പോൾ കൊടുക്കണില്ല. അതുകൊണ്ട് നമ്മൾ യോഗേർട്ട് ഉണ്ടല്ലോ, ബ്ലൂബെറി ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൊടുക്കും. പിന്നെ വേറെ സാധാ ഉണ്ട്, പക്ഷെ അത് കഴിക്കില്ല. അതൊരു പുളിപ്പില്ലാത്തൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അവൾക്ക് ഇഷ്ടമല്ല അത്. ഇതാകുമ്പോൾ ഐസ്ക്രീം കൊണ്ട് കഴിക്കൂട്ടാ. റംഷാറ് ഇത് നല്ലതാണ് പറഞ്ഞിട്ട് രാവിലെ ഇത് കൊടുത്താൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ഇതാട്ടോ കൊടുക്കാറ്. മിൽക്കി മിസ്റ്റിൻ്റെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ബ്ലൂബെറി ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹാനിയാക്ക് യോഗട്ടൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ വെച്ചിട്ടാ. ഇന്നിപ്പോൾ അത്രയ്ക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ കുഷ്യൻസൊക്കെ ഈ കസേരയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഹാന ഇവിടെ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൾ പുറത്തേക്ക് ഓടി കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ, ചെറുതായിട്ട്, നല്ല വെയിലല്ല, ചെറുതായിട്ടൊരു വെയിലുണ്ട്. പിന്നെ ഞാൻ മുറ്റമൊക്കെ നേരത്തെ അടിച്ചു കേട്ടോ. അപ്പോൾ അത് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് വ്യൂ ഒക്കെ നോക്കി. എൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ മുറ്റത്ത് തന്നെ ഇരിക്കണ വീഡിയോസിൽ ഇവിടെ വന്നാൽ അതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ആരും പുറത്തൊന്നും ഇരിക്കാറില്ല. അപ്പം ഞാനിവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം കേട്ടോ. ഇത് ഉമ്മാൻ്റെ ഗാർഡൻ ആട്ടോ. ഉമ്മാൻ്റെ കുറേ ചെടികളൊക്കെ ഉണ്ട്. പാൽക്കുപ്പി കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല. നമ്മൾ
നമ്മളിതിങ്ങനെ അടച്ചേക്കും കേട്ടോ, കാരണം ഹാനിയെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് തരും. അപ്പോൾ ഇതിങ്ങനെ അടച്ചേക്കാൻ ചെയ്യാറ്. അതേപോലെ ഷൂ വെക്കണോടൊന്നും ആദ്യം ഡോറേ ഉണ്ടാകുന്നില്ല കേട്ടോ. ഇവിടെ പേടിച്ചിട്ട് ഫുള്ള് ഡോർ വെച്ചിരിക്കുകയാണ്. ആദ്യം ഡോറേ ഉണ്ടായിരുന്നില്ല. ഗുഡ് മോർണിംഗ് പറ. ഒരുപാട് പോയി ഇരുന്ന് കഴിക്ക്, പോ. സെറ്റിയിലിരിക്ക് പോയിട്ട്. ഗ്യാസിൽ നമ്മുടെ ഉപ്പേരി തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കറണ്ട് അടുപ്പിൽ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഉപ്പേരിയൊക്കെ ആയിട്ട് അപ്പം ഞാൻ അത് ഓഫാക്കി വെച്ചു, അടച്ചു വെച്ചു. പിന്നെ വെള്ളവും തളിച്ചു, അതും അടച്ചു വെച്ചു. നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ പിടിക്കണ പണിയുണ്ട്, കാരണം കറണ്ട് പോയാൽ പിന്നെ ഫിൽറ്ററിൻ്റെ പ്രോബ്ലം ആവും, വെള്ളം കിട്ടാണ്ടാവും. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ നിറച്ചിക്കും. ഞാൻ ഹാനിയനെ കാണാനില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് വരുമ്പോഴേക്കും റൂമിലേക്ക് വന്നിക്കുക. അപ്പോൾ ഞാൻ റൂമിലേക്ക് നോക്കിയതാണ്. പിന്നെ തുണികൾ അലക്കാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഷെയ്ക്കുമ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ അലക്കാനുള്ള തുണികളൊക്കെ എടുത്തിട്ട് വന്നു. ഹാനി അതിൻ്റെ ഒപ്പം ടാബും കൂടി എടുക്കാൻ വന്ന കേട്ടോ മുകളിൽ. അപ്പോൾ അവൾ ഇവിടെ ടാബ് വെച്ച് കൊടുത്തപ്പോൾ ഇരുന്ന് കാണുന്നുണ്ട്. പണികൾ നടക്കണമെങ്കിൽ ഇത് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. അത് കൊടുത്തില്ലെങ്കിൽ പണികളൊന്നും നടക്കില്ല. അപ്പോൾ ഹാനിയൊക്കെ ഫുഡ് കൊടുക്കുക വെച്ചിട്ട് ഈ ടാബ് കാണിച്ചു കൊടുക്കുമ്പോൾ ഫുഡ് നന്നായി കഴിക്കും. അപ്പോൾ മുട്ടയും അപ്പവും കടലക്കറി കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അങ്ങനെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ നന്നായി കഴിക്കും, ചില ഫുഡ് കഴിക്കില്ല. അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ മെഷീനിൽ തുണി ഇടാൻ പോയിട്ടോ. അപ്പോൾ സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഇപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ ഇന്നാളും ആദ്യമായിട്ട് മെഷീനിൽ ഇടുന്നത്. മെഷീൻ എന്തോ പ്രശ്നം പറ്റി കേസ്. അപ്പോൾ അത് ഓണാവണേ ഇല്ല, കുറേ നേരം അതിങ്ങനെ ഓഫാവുക ഓണാവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു ദിവസമായിട്ട് നമ്മൾ മെഷീൻ ഓണാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 4-5 ദിവസമായിട്ട് മെഷീൻ ഓഫാണ്. അത് നമ്മൾ നേരാക്കാൻ കൊടുത്തിരിക്കുമായിരുന്നു, അതിൻ്റെ ആ ടച്ച് ഭാഗമൊക്കെ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ശരിയായി കിട്ടി. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചൻ്റെ മുകളിലായിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അടിച്ചു വാരാൻ ചൂലും കുപ്പാരയൊക്കെ എടുത്തിട്ട് പോയി സ്പീഡിൽ അടിച്ചു വാരി ഷെയ്ക്കുമ്പോൾ നിൽക്കുമ്പോഴൊക്കെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞാലാണ് അവളുടെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വൃത്തി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അടിച്ചു വാരി കുപ്പയൊക്കെ കൊണ്ടുപോയി കൊട്ടാൻ പോയപ്പോഴാട്ടോ ഗെയ്സ് അവിടെ പാലിൻ്റെ ആൾ വന്നിക്കണം. ഓട്ടോറിക്ഷയിലാട്ടോ പാല് കൊണ്ടുവരിക. അപ്പം ഞാനിത് കൊട്ടാൻ തെങ്ങിൻ ചോട്ടിലാട്ടോ കൊണ്ടുപോയി കളയാം. അപ്പോൾ കളയാൻ പോയപ്പോഴാണ് സൗണ്ട് കേട്ട് അവിടെ ഒരു പൂച്ച കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ തേങ്ങ മൂന്ന് കിടക്കുന്നുണ്ട്. ഞാനതാ ഇതിന് പോയി ആ പാലെടുത്തിട്ട് വരാണ്ട് പോയതാട്ടോ. കുപ്പവാരി അവിടെ നിലത്ത് തന്നെ വെച്ച് പാൽ ഇതാട്ടോ. നമ്മൾ 1/2 ലിറ്ററാണ് എടുക്കാറ്, ഡെയിലി 1/2 ലിറ്റർ ഹാനിയൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് എടുക്കാറ്. പക്ഷെ അതൊരു 9 മണിക്കാട്ടോ വരാറ്. അപ്പോൾ കുപ്പവാരിയൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ, കാരണം അത് കുപ്പവാരം അതിലൊക്കെ പൊടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് പിന്നെ നമുക്കവിടെ ചൂല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരിതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ തൂക്കിയൊക്കെ ചെയ്യാറ്. പിന്നെ ഞാൻ പാലൊക്കെ എടുത്ത് ഉള്ളിൽ കൊണ്ടുപോയി അത് തിളപ്പിച്ചൊക്കെ വെച്ചിട്ടാ. പാലവിടെ വെച്ചിട്ടാണ് കുപ്പാരി കഴുകാനാക്കിയത്. മെഷീൻ ഇടയ്ക്ക് ഓടുണ്ട്, ഓഫാവുന്നുണ്ട് കേട്ടോ. കുറേ നേരം ബുദ്ധിമുട്ടി. പിന്നെ വാതിലൊക്കെ അടച്ച് കിച്ചണിലേക്ക് പോയി. പിന്നെ പാല് പാത്രത്തിലേക്കാക്കിയിട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടാ. ഓരോ പണികൾ വേഗം കഴിഞ്ഞാലാണ് ഷെയ്ക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒന്ന് സമാധാനത്തിലൊന്നും ഇരിക്കാൻ പറ്റുള്ളൂ. അവളുടെ കാര്യങ്ങൾ ചെയ്യണം, കുട്ടികളെ കുളിപ്പിക്കണം, അതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ 300 അതിൽ പാലിൻ്റെ കണ്ട ചിത്രം മിൽക്കിൻ്റെ. അപ്പോൾ അതിലാക്കും. പിന്നെ പാൽക്കുപ്പി അപ്പം തന്നെ ഫ്രഷായി കഴുകി മുകളിൽ വെക്കും കേട്ടോ. താഴെ വെച്ച് എൻ്റെ ഹാനി എനിക്ക് പണി ഉണ്ടാക്കി തരും കേസ്. 2-3 പ്രാവശ്യം പാൽക്കുപ്പി പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ബേസിനൊക്കെ കഴുകാൻ വെച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ. കുട്ടികൾ എണിക്കുമ്പോഴേക്കും എനിക്ക് റെസ്റ്റ് ഇല്ല, ഞാൻ ഇരിക്കൂല കേട്ടോ, ഓടി ചെയ്യും. അപ്പോൾ ഞാൻ അവിടെയുള്ള ഹാൻഡ് വാഷിൻ്റെ എടുത്തിട്ടാക്കുക കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണല്ലോ, ഡവിൻ്റെ ഹാൻഡ് വാഷ് കേട്ടോ. അപ്പോൾ അതെടുത്ത് അവിടേക്കൊന്ന് നല്ല വൃത്തിയാക്കി വെച്ച് നല്ല അങ്ങോട്ട് ഉടച്ച് കഴുകട്ടെ. നല്ല വൃത്തിയുണ്ട്, പക്ഷെ എന്നാലും നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ പറയില്ലേ. അപ്പോൾ ഞാൻ നല്ല അങ്ങോട്ട് ക്ലീൻ ആക്കും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നല്ലതായിട്ട് വൃത്തിയാക്കി ഒരു വീഡിയോ ഒക്കെ എടുത്ത് അവിടുത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പോയി നോക്കിയപ്പോൾ പാല് തിളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 300-ആയതുകൊണ്ട് പേടിക്കാമല്ലോ. പിന്നെ ടേബിളുകളൊക്കെ ഒന്ന് തുടക്കാൻ വെച്ചിട്ടാ. ഒക്കെ ചടപെട്ടാന്ന് നമ്മൾ എളുപ്പത്തിൽ വേഗം അങ്ങോട്ട് ചെയ്യും കേട്ടോ. വീട്ടിലത്തെ പോലെ ഇങ്ങനെ ഇരിക്കുക, ഫുഡ് കഴിക്കുമ്പോൾ ഇരിക്കുക, അങ്ങനെയൊന്നുമില്ല. ഫുഡ് കഴിക്കുക പിന്നെ അടുത്ത പണി. പിന്നെ പുറത്തുള്ള വാഷ് ബേസ് ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം അത് നല്ല തേച്ചുടച്ച് അതും വൃത്തിയാക്കി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെഷീൻ നോക്കുന്നുണ്ട് കേട്ടോ, കാരണം അതിങ്ങനെ ഓഫാവുകയാണ്, അതിൻ്റെ ടച്ച് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ അതും അങ്ങനെ കഴുകിയൊക്കെ വൃത്തിയാക്കി. നമ്മൾ ഇത് ഡെയിലിയൊന്നും കഴുകാറില്ല കേട്ടോ, ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ കഴുകാറുള്ളൂ വാഷ് ബേസിനൊക്കെ. അപ്പോൾ അതൊക്കെ കഴുകി
ചകിരി സ്ക്രബ്ബർ വെക്കേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചിട്ടാ. പിന്നെയും കിച്ചണിൽ വന്ന് പാലെന്തായി നോക്കി, പിന്നെ കഴുകാൻ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്. കൈയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. സമയം നോക്കിയപ്പോൾ 9 മണിയായിട്ടാ. അപ്പോൾ ഇതാ പാലൊക്കെ തിളച്ച് വന്ന് അതൊക്കെ ഓഫാക്കി. പിന്നെ പാൽ തിളക്കുന്ന മണം കേട്ടോ ഓടി വരും കേട്ടോ, പാലെവിടെ പറഞ്ഞിട്ട്. പിന്നെ ഇതാ നമ്മുടെ മെഷീൻ വന്ന് നോക്കിയപ്പോൾ അത് എൻ്റെ ആയി സൗണ്ട് ഇടും കേട്ടോ ലാസ്റ്റ്. അപ്പോൾ മെഷീനൊക്കെ ഓഫാക്കി തുണികളൊക്കെ എടുത്ത് കൊട്ടയിലാക്കിയിട്ടാ. പിന്നെ ഹാനയൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കും രാവിലെ. അത്തിപ്പഴം രാവിലെ നേരത്തെ വെറും വയറ്റി കൊടുക്കണമെന്ന് ഞാൻ വെള്ളത്തിലിടാൻ വൈകിയല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴുകി ഫ്രഷാക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്തുട്ടാ. അപ്പോൾ ആദ്യം കൊടുത്തപ്പോൾ വേണ്ട പറഞ്ഞു. അതിന് കഴിക്കാൻ കൊടുക്കണതാണ് കേട്ടോ എപ്പോഴും, ദിവസം കൊടുക്കും. ചില സമയത്ത് കഴിക്കില്ല, ചില സമയത്ത് മുഴുവൻ കഴിച്ചിട്ട് ഇനിയും വേണം പറയട്ടാ. പിന്നെ ഈ ടാബിൽ തന്നെ ഇങ്ങനെ കാണുക, കാരണം അംഗനവാടിയിലോ പ്രീ ഒന്നും ചേർത്തിയിട്ടില്ല. പിന്നെ ഇതാ കുളിക്കാനുള്ള വെള്ളം വെക്കാൻ വെച്ചിട്ടാ. അപ്പോൾ ഷേക്ക് എണിക്കുമ്പോഴേക്ക് ഹാനിയാൻ്റെ കഴിക്കാൻ വെച്ച്. അപ്പോൾ ഇതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പൂ പറയുന്നുണ്ട് കേട്ടോ, അത് ഓരോ ഇതാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് അപ്പൂ പറയുന്നുണ്ട്. ഹാനിയുടെ തലയിൽ എണ്ണയൊക്കെ തേച്ച്, ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ക്യാമറ അല്ല ഫോണ്, ഒരു കയ്യിൽ ഇതുമായപ്പോൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് അതൊക്കെ സെറ്റാക്കിയിട്ടാണ്. അപ്പം അതാ സമയം എത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുടക്കാൻ വെച്ചിട്ട് തലയിൽ എണ്ണ വെച്ച് കൊടുത്തത് അതൊന്ന് സെറ്റാവട്ടെ വെച്ചിട്ട് ഷേക്ക് നിൽക്കുമ്പോഴേക്കും എനിക്ക് എങ്ങനെയൊക്കെ എൻ്റെ എല്ലാ പണികളും തീർക്കണം എന്നാട്ടോ. അപ്പോൾ അതാണ് ഓടി ചെയ്യണത്. ഒന്നും ഇരിക്കൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്താണ്. നമ്മളൊരു 11 മണി പറയുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ കഴിയട്ടാ. ഞാനിപ്പോൾ ഈ വോയിസ് ഫസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് നിർത്താണ്ട് കൊടുക്കുകയാണ്, കാരണം ഇതിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല. ഞാനപ്പോൾ സിറ്റ് ഔട്ട് തുടച്ചു കേട്ടോ. പിന്നെ ഹാള് തുടച്ചിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ ഷെയ്ഖമ്മോളെ ഇട്ടിട്ട് മേളിക്ക് പോകട്ടെ എന്നെ കാണാണ്ടായിട്ട്. എന്നെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അവൾ വിചാരിച്ച് ഞാനിവിടെ എല്ലാം മേളിലാണ് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് സ്റ്റെപ്പൊക്കെ കയറിയിട്ടൊന്ന് കണ്ണിറ്റുക. പിന്നെ ഞാൻ തുടക്കണം മുന്നേ ഹാനിയാനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടാട്ടോ തുടക്കാൻ നിന്ന്. പിന്നത്തെ ഷെയ്ഖമ്മോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നെ കണ്ടപ്പോൾ പിന്നെ ഞാൻ ഷെയ്ഖൊക്കെ ഫുഡ് കൊടുക്കാൻ വെച്ചു. ഫുഡൊക്കെ കൊണ്ടുവന്നപ്പോൾ ഷെയ്ഖ് വിചാരിച്ചു വേറെന്തോ സംഭവമാണ് പറഞ്ഞിട്ട് വേണം പറഞ്ഞിട്ട് കാര്യമാട്ടാ. ഇതാ പിണങ്ങിയിട്ടൊക്കെ ഒറ്റ പോക്ക് കൊണ്ട് പിണങ്ങിപ്പോയി എവിടെയൊക്കെ കിടക്കും. പിന്നെ ഞാൻ എന്താ അവളിനെ ഫുഡ് കൊടുക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു തീർക്കും. മുഴുവൻ കഴിക്കില്ല, എന്നാലും മുക്കാലോളം കഴിക്കൂട്ടാ. പിന്നെ എന്താ ഷെയ്ഖമ്മോൾ ഹാനിയാനെ തല്ലി കേട്ടാ. ഷിക എന്ത് കാട്ടണ എന്ത് ഷിക മോളെ എന്ത് കാട്ടണ ഞാൻ തുടക്കം കേട്ടോ. ഷിക്കുമ്പോൾ ഇതാ അവിടെ കയറിയിരിക്കുന്നുണ്ട്. ഹാനി പിന്നെ ടാബിൽ തന്നെ അത് കൊടുക്കാണ്ടായി. പിന്നെ എൻ്റെ പണിയൊന്നും നടക്കില്ല കേട്ടോ. അപ്പം ഞാനതിങ്ങനെ കൊടുക്കും പണികൾ കഴിയുന്നവരെ. ഷിക്കുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഷിക്കുമ്പോൾ അവിടെ നിന്നപ്പോൾ ഞാൻ വേഗം കിച്ചണും കൂടി ക്ലീൻ ആക്കി കേട്ടോ. നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞു, എല്ലാ പണികളും കഴിഞ്ഞു. ഒരു 11 മണി ആവാത്ത മുന്നേ തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല വെയിലുണ്ട്. പിന്നെ തുണികൾ മുകളിലാട്ടോ കൊണ്ടുവരുന്നത്, കാരണം ഇവിടെ ഇട്ടാൽ എങ്ങാനും മഴ വന്നാൽ ഞാൻ ഓടി വരേണ്ടി വരും. അപ്പം ഞാൻ മഴക്കാലമാകുമ്പോൾ അവിടെ കൊണ്ട് ഇടാതെ ചെയ്യാറ്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ബക്കറ്റും ഞങ്ങളുടെ കൊട്ടയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മുകളിൽ കൊണ്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഷെയ്ഖമ്മോൾ എണീറ്റ് ഷെയ്ഖമ്മോൾ മെയിൽ കഴുകി കൊടുത്തിട്ടാ. അവളത് ഒറ്റയ്ക്ക് കയറിപ്പോവാണ്, ഞാൻ ഒറ്റയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് ഓടി കയറിണ്ടിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൊരു മോർണിംഗ് ലൈഫാട്ടോ, മോർണിംഗ് റൊട്ടീൻ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.